നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപ്പളയിൽ വീണ്ടും ഗുണ്ടാക്രമണം, 2 പേർക്ക് ഗുരുതരം. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കും. ബദിയടുക്ക ഏത്തടുക്ക റോഡിന്റെ ശോചനീയാവസ്ഥ. PWD ഓഫീസിനു മുന്നിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ധർണാ സമരം. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് നയിക്കുന്ന ജനജാഗ്രത യാത്ര ശനിയാഴ്ച പ്രയാണം ആരംഭിക്കും. യാത്ര കാസർഗോഡ് നിന്നും തുടങ്ങും. ദുബായ് ഗ്ലോബൽ വില്ലേജിനെ കോരിത്തരിപ്പിച്ച് കാസർഗോട്ടെ കലാകാരന്മാർ. ഷാർജ വ്യാപാരോത്സവിൽ ആലൂർ നുസ്രത്ത് സംഘം കയ്യടി നേടി. വാർത്തകൾ വിശദമായി. ഉപ്പളയിൽ വീണ്ടും ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. മഞ്ചേശ്വരം പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ ഉപ്പള മജൽ റോഡ് ദേശീയപാതയിലാണ് ആക്രമണം നടന്നത്. കാസർഗോഡ് ഗാസ്ലൈനിലെ മുഹമ്മദ് ആരിഫ്, ഉപ്പള പ്രതാപ് നഗറിലെ അബ്ദുള്ള എന്നിവർക്കാണ് വെട്ടേറ്റത്. ഉപ്പളയിൽ നിന്നും ബൈക്കിൽ പ്രതാപ് നഗറിലേക്ക് പോവുകയായിരുന്നു ഇരുവരും. ഇവരെ തടഞ്ഞു നിർത്തി 5 സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാരെത്തുമ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആരിഫിന്റെ നില ഗുരുതരമാണ്. ഇയാളുടെ കഴുത്തിനും തലയ്ക്കും കാലിനും വെട്ടേറ്റിരുന്നു. അതേസമയം അബ്ദുള്ളയ്ക്ക് അരയ്ക്കാണ് വെട്ടേറ്റത്. ഉപ്പള മജലിലെ റമീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെട്ടിയതെന്ന് പറയുന്നു. കുറച്ചുനാൾ മുമ്പ് റമീസ് മാരകായുധങ്ങളുമായി അബ്ദുള്ളയുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും വിവരമുണ്ട്. ഇതിന്റെ പേരിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നു. കുറച്ചുനാൾ മുമ്പാണ് ഉപ്പളയിൽ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയത്. ഗുണ്ടാ സംഘങ്ങളുടെ താവളമായി ഉപ്പള മാറിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയിൽ എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാക്കൾക്കൊപ്പം പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. ചർച്ചയിൽ എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാക്കൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും തീരുമാനമുണ്ടായില്ല. ഫെബ്രുവരി 3 വീണ്ടും ചർച്ച നടക്കും. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പദ്ധതികൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ദുരിതബാധിതരുടെ സമരം തുടങ്ങുകയാണ്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി MLA, ജസ്റ്റിസ് D ശ്രീദേവി തുടങ്ങിയവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കുക, കടങ്ങൾ എഴുതിത്തള്ളുക, അർഹരായ മുഴുവൻ രോഗികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, പുനരധിവാസ പ്രവർത്തനം ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദുരിതബാധിതരും അമ്മമാരും സെക്രട്ടേറിയറ്റ് പടിക്കൽ പട്ടിണി സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരപന്തലിലെത്തിയത് സമരസമിതി പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകി. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലും VS പങ്കെടുത്തിരുന്നു. ബദിയടുക്ക ഏത്തടുക്ക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ PWD ഓഫീസിന് മുന്നിൽ ധർണയും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബദിയടുക്ക ഏത്തടുക്ക കിന്നിങ്ക റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധവും PWD ഓഫീസിന് മുമ്പിൽ ധർണാ സമരവും സംഘടിപ്പിച്ചത്. ധർണ ഡോക്ടർ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ಅಂತಾರಾಜ್ಯ ಒಂದು ದೊಡ್ಡ ಹೆದ್ದಾರಿ, ಒಂದು ರಾಜ್ಯ ಮಟ್ಟದ ಹೆದ್ದಾರಿ. ಇದಕ್ಕೆ 19 ಕೋಟಿ ಪಾಸ್ ಆಗಿದೆ, 20 ಕೋಟಿ ಪಾಸ್ ಆಗಿದೆ, 25 ಕೋಟಿ ಪಾಸ್ ಆಗಿದೆ, 65 ಲಕ್ಷ ಪಾಸ್, ಬೇರೆ ಬೇರೆ ಹೇಳಿಕೆಗಳು ನಮಗೆ ಬರ್ತಾ ಉಂಟು. ಇವತ್ತು ಏತಡ್ಕ ಪೇಟೆಯಲ್ಲಿ 800 ಮೀಟರ್ ಒಂದು ಡಾಮರ್ ಅದನ್ನು ಬಿಟ್ಟರೆ ಈ ರಸ್ತೆ 94ನೇ ಇಸವಿಯಲ್ಲಿ ಉದ್ಘಾಟನೆಯಾದ್ದು. ശൈലജ ഭട്ട് അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ്. ശ്രീനിവാസ റാവു, ശ്രീധര പത്മറാവു, ചന്ദ്രശേഖരൻ, കൃഷ്ണൻ, സൂഫി, അഷ്റഫ്, റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 65 ലക്ഷം രൂപ അനുവദിച്ചതായി MLA NE നെല്ലിക്കുന്ന് അറിയിച്ചു. അതുകൊണ്ട് സമരത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും MLA കൂട്ടിച്ചേർത്തു. 17 ലക്ഷം രൂപയുടെ പണി ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് നയിക്കുന്ന ജനജാഗ്രത യാത്ര ശനിയാഴ്ച ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. അസഹിഷ്ണുതയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനുമെതിരെയാണ് INL ജനജാഗ്രത യാത്ര നടത്തുന്നത്. കേരളത്തിലെ സാമുദായിക സൗഹൃദത്തെ അപായപ്പെടുത്താനും വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ചിലർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
അസഹിഷ്ണുതയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനുമെതിരെ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് AP അബ്ദുൽ വഹാബ് നയിക്കുന്ന ജാഥ നാളെ വൈകുന്നേരം കാസർഗോഡ് വെച്ച് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പ്രൊഫസർ സുലൈമാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി 13-ാം തീയതി 13-ാം തീയതി തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനത്തിൽ ഈ ജാഥ അവസാനിക്കുന്നതായിരിക്കും. ഞങ്ങൾ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഈ വർഗശക്തികൾക്ക് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. വളരെ കർശനമായി തന്നെ ഞങ്ങൾ ജാഥ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ തടയപ്പെടാതെ പോകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. INL നേതാക്കളായ B. ഹംസ ഹാജി, KP ഇസ്മായിൽ, NK അബ്ദുൽ അസീസ്, MA ലത്തീഫ്, VP കൊച്ചു മുഹമ്മദ്, ബഷീർ ബഡേരി, അജിത് കുമാർ ആസാദ്, AP മുസ്തഫ, സുബൈർ പടുപ്പ്, CP നാസർ, സാലിഹ് മേടപ്പിൽ, ആലിക്കുട്ടി മാസ്റ്റർ, ഖാലിദ് മഞ്ചേരി എന്നിവരാണ് ജാഥ അംഗങ്ങൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് SA പുതിയവളപ്പിൽ അധ്യക്ഷത വഹിക്കും. ദേശീയ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ, B. ഹംസ ഹാജി, MM മാഹിൻ, പ്രിയ ബിജു തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ SA പുതിയവളപ്പ്, B. ഹംസ ഹാജി, KS ഫക്കറുദ്ദീൻ, MA ലത്തീഫ്, PA മുഹമ്മദ് കുഞ്ഞി, അസീസ് കടപ്പുറം, മൊയ്തീൻ കുഞ്ഞി കണ്ണാട്, സുധീർ കോയ തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായ് ഗ്ലോബൽ വില്ലേജിനെ കോരിത്തരിപ്പിച്ച് കാസർകോട്ടെ കലാകാരുടെ ദഫ് പ്രദർശനം. ആലൂർ നുസ്രത്തുൽ ഇസ്ലാം സംഘമാണ് അതിശയിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ അറേബ്യൻ നാടിന്റെ മനം കവർന്നത്. ലോകത്തിന്റെ തന്നെ ശ്രദ്ധ നേടിയ ഷാർജയിലെ വ്യാപാരോത്സവത്തിലാണ് മലയാളത്തിനും അതിലേറെ കാസർഗോഡിനും അഭിമാന നിമിഷം പകർന്ന് ആലൂർ നുസ്രത്തുൽ ഇസ്ലാം സംഘം അറേബ്യൻ ഗൾഫിന്റെ കയ്യടി നേടിയത്. 1 മണിക്കൂറിലേറെ നീണ്ട പ്രദർശനം വിസ്മയ കാഴ്ചയായി മാറി. പരമ്പരാഗത അറബി വേഷത്തിൽ അറേബ്യൻ തനിമയും മാപ്പിളക്കലകളുടെ മഹിമയും വിളിച്ചോതിക്കൊണ്ടെത്തിയ കലാകാരന്മാർ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. AT മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കഠിന പരിശീലനം കഴിഞ്ഞെത്തിയ സംഘം ഇന്ത്യൻ പവലിയനിൽ ആയിരങ്ങളോളം വരുന്ന കാണികൾക്ക് സമ്മാനിച്ചത് മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു. UAE വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആലൂർ സ്വദേശികളായ കലാകാരന്മാരാണ് ഇന്ത്യൻ വില്ലേജിലെ പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയ വിരുന്നൊരുക്കിയത്. ആലൂർ ദഫ് സംഘത്തിന്റെ പ്രകടനം ഇതിനോടകം സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട്. സോളാർ കേസിൽ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യം. LDF പ്രവർത്തകർ കാസർഗോട്ട് പ്രകടനം നടത്തി. സോളാർ കേസിൽ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പരിപാടി CPI ജില്ലാ സെക്രട്ടറി T. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് അനീഫ, PV കുഞ്ഞമ്പു, K. ബാലകൃഷ്ണൻ, P. ദാമോദരൻ, TMA കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. എൻഡോസൾഫാൻ വിഷം വീണ മണ്ണിൽ അവർ ഒത്തുകൂടുന്നു. MCC മുതലപ്പാറയുടെ ആഭിമുഖ്യത്തിലുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസംഗമം ഫെബ്രുവരി 13-ന് നടക്കും. ഫെബ്രുവരി 13-ന് ബോവിക്കാനത്തെ ശ്രീപുരി ഓഡിറ്റോറിയത്തിൽ MCC മുതലപ്പാറ സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമമാണ് ദുരിതബാധിതരുടെ കൂട്ടായ്മയുടെ വേദിയായി മാറുന്നത്. എൻഡോസൾഫാൻ വിഷസംഭരണ കേന്ദ്രമായ മുതലപ്പാറ പ്ലാന്റേഷൻ ആസ്ഥാനത്തിന് സമീപം പ്രവർത്തിക്കുന്ന MCCയുടെ നേതൃത്വത്തിലൊരുക്കുന്ന സംഗമത്തിൽ മുളിയാർ പഞ്ചായത്തിലെ 300ഓളം ദുരിതബാധിതർ പങ്കെടുക്കും. പഞ്ചായത്തിൽ മൊത്തം 430 രോഗബാധിതരാണ് സർക്കാരിന്റെ കണക്കിലുള്ളത്. ഇതിൽ 30ഓളം പേർ മരിച്ചിരുന്നു. ബാക്കിയുള്ള മുഴുവൻ ദുരിതബാധിതരും സംഗമത്തിനെത്തും. വിഷമഴയിൽ ജീവിതം തകർന്നു പോയ പാവങ്ങൾക്ക് സാന്ത്വനവും ആശ്വാസവും പകരുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കളിയും ചിരിയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. എൻഡോസൾഫാൻ വിഷഭീകരതയ്ക്കിടയിലും ഞങ്ങൾക്ക് ജീവിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ദുരിതബാധിതരോടൊപ്പം ആടിയും പാടിയും ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കും. സ്വാതന്ത്ര്യ സ്പർശത്തോടൊപ്പം എൻഡോസൾഫാൻ സമരനായകരെ ആദരിക്കും. ചിത്രപ്രദർശനം, കാർട്ടൂൺ പ്രദർശനം എന്നിവയും അരങ്ങേറും. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആടിയും പാടിയും ഞങ്ങൾ ദുരിതബാധിതരോടൊപ്പം ഞങ്ങൾക്ക് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സമരം ചെയ്ത സമരസേനാനികളും അതുപോലെ തന്നെ
പത്രമാധ്യമ രംഗത്തെ പ്രമുഖരെയും ഞങ്ങൾ ആദരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരും ഈ പരിപാടിയിൽ സംബന്ധിക്കും. അയ്യനിൽ ജാഗ്രതാ യാത്രയുടെ മുന്നോടിയായി വിളംബര റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിലായിരുന്നു പരിപാടി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട റാലി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നാഷണൽ യൂത്ത് ലീഗിന്റെയും നാഷണൽ സ്റ്റുഡന്റ് ലീഗിന്റെയും പ്രവർത്തകരടക്കം നിരവധി പേർ അണിനിരന്നു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ 64ാം സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടക്കും. ഫെബ്രുവരി 1-2 തീയതികളിലാണ് സമ്മേളനം നടക്കുക. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും അധ്യാപക സമൂഹത്തെ ഉയർന്ന പദവിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 64ാം സംസ്ഥാന സമ്മേളനത്തിനാണ് ജില്ല വേദിയാവുക. പുതിയ ബസ് സ്റ്റാൻഡിലെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അറബിക് മുൻഷീസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അറബി അധ്യാപകന്മാരുടെ സംഘടനയാണ്. 64ാമത് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേകത, ഇവിടെ കണ്ണൂർ അബ്ദുല്ല മാഷുണ്ട്. അപ്പോൾ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകും. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. അപ്പോൾ വിവിധ പരിപാടികൾ ഒക്കെ ഉണ്ട്. വിദ്യാഭ്യാസ സമ്മേളനം, ഈ സമ്മേളനത്തിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ ആവശ്യം ഈ അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. മുൻമന്ത്രി ചിറക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. 11:30 നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മുൻമന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ, K കുഞ്ഞിരാമൻ MLA എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ NA നെല്ലിക്കുന്നി MLA, കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ, NA അബ്ദുൽ ഖാദർ, UK മിർ സായിദ്, CA അബ്ദുള്ള കുഞ്ഞി, KM സൈനുദ്ദീൻ ഹാജി, SP സലാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടലോര ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് കണ്ണടകൾ വിതരണം ചെയ്തു. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു പരിപാടി. കാസർഗോഡ് പോലീസും ജനമൈത്രി പോലീസും കടലോര ജാഗ്രതാ സമിതിയും സംയുക്തമായി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ നെല്ലിക്കുന്നിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. പ്രസ്തുത ക്യാമ്പിൽ വെച്ച് ഡോക്ടർമാർ നിർദ്ദേശിച്ചവർക്കാണ് വെള്ളിയാഴ്ച കണ്ണടകൾ വിതരണം ചെയ്തത്. 2ാം ഘട്ടം എന്ന നിലയ്ക്ക് നടത്തിയ ചടങ്ങ് P രാജൻ കണ്ണട വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസിൻ്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ കാസർഗോഡ് പോലീസിൻ്റെയും ഒത്തുചേർന്നുകൊണ്ട് കഴിഞ്ഞ 13/12/2015 കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി ഞായറാഴ്ച ഒരു വിപുലമായ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. അത് എല്ലാ വിഭാഗം ഡോക്ടർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു നല്ല അത്ര തന്നെ ആൾക്കാരെ പങ്കാളിത്തത്തോടുകൂടി G നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ K പ്രസാദ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കുറുമ്പ ക്ഷേത്രം പ്രസിഡന്റ് K മാധവൻ, KS അനന്തൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാർഷിക കർമ്മസേന എന്ന പേരിൽ വെസ്റ്റ് ഏളേരി പഞ്ചായത്തിൽ അഗ്രികൾച്ചർ ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനോദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഭീമനടിയിലായിരുന്നു പരിപാടി. തൊഴിലാളിക്ഷാമം, യന്ത്രവൽക്കരണത്തിന്റെ പിന്നോക്കാവസ്ഥ, ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, കീടരോഗാക്രമണം എന്നിവ കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുക, പുതുതലമുറയെ കാർഷിക മേഖലയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യങ്ങളോടെയാണ് വെസ്റ്റ് ഏളേരി പഞ്ചായത്തിൽ കാർഷിക കർമ്മസേന രൂപീകരിച്ചത്. കാർഷിക പ്രവൃത്തികളിൽ പരിശീലനം സിദ്ധിച്ച ഒരു കൂട്ടം അഗ്രികൾച്ചർ ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മയാണ് വെസ്റ്റ് ഏളേരി കാർഷിക കർമ്മസേന. ഇതിന്റെ ഉദ്ഘാടനവും പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഭീമനടി വ്യാപാര ഭവനിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത രാജൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്തുണ, സഹായം ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. കാർഷിക കർമ്മസേന പ്രസിഡന്റ് ജോൺ ബ്രിട്ടോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രമ്മ ടീച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു.
ജയശ്രീകൃഷ്ണൻ, ടി കെ സുകുമാരൻ, മാത്യു വർക്കി, ടി എൽ സുമ, കെ എൻ സതി എന്നിവർ സംസാരിച്ചു. കെ ജെ രാജേഷ് സ്വാഗതവും കെ എം അലക്സാണ്ടർ നന്ദിയും പറഞ്ഞു. വിഷൻ 2022-ന്റെ ഭാഗമായി കയ്യൂർ LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ്. വിദ്യാലയത്തെ മികവിന്റെ നെറുകയിലേക്ക് ഉയർത്താൻ വിദ്യാലയ വികസന സമിതി ആവിഷ്കരിച്ച കർമ്മ പരിപാടികളാണ് വിഷൻ 2022. ഇതിന്റെ ഭാഗമായാണ് സ്മാർട്ട് ക്ലാസ് യാഥാർത്ഥ്യമാക്കിയത്. വിദ്യാലയത്തെ മികവിന്റെ നെറുകയിലേക്ക് ഉയർത്തുന്നതിനായി കയ്യൂർ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാലയ വികസന സമിതി ആവിഷ്കരിച്ച കർമ്മ പരിപാടികളാണ് വിഷൻ 2022. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് സ്മാർട്ട് ക്ലാസ്. കെ കുഞ്ഞിരാമൻ MLA സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയ അന്തരീക്ഷം ആകർഷകമാക്കിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും വിവരസാങ്കേതിക വിദ്യയുടെ നൂതന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും വിദ്യാലയത്തെ മികവിന്റെ നെറുകയിലേക്ക് ഉയർത്തേണ്ടതാണെന്ന് MLA പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു മഹാവിപ്ലവം ആണ് IT വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം. അപ്പം അതിനെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം, ഒരു സ്മാർട്ട് ക്ലാസ് റൂം അതിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. കയ്യൂർ ചിമേനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള അധ്യക്ഷത വഹിച്ചു. SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ M ബാലൻ, ഡയറക്ടർ സീനിയർ ലെക്ചർ ഡോക്ടർ PV പുരുഷോത്തമൻ, കെ രജനി, കെ ഷീബ, കെ വിജയകുമാരി, M ബാലകൃഷ്ണൻ, ടി ദാമോദരൻ, KP രഞ്ജിത്ത്, KV ഭാസ്കരൻ, കെ രാജൻ, കെ ചിത്രലേഖ, P ലക്ഷ്മണൻ, ആദിത്യ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ കെ നാരായണൻ സ്വാഗതവും കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി KC ജോസഫ്. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നതെന്നും മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെയേറെ മുമ്പോട്ട് പോയ ഒരു സംസ്ഥാനമാണ്. നമ്മൾ സമ്പൂർണമായ സാക്ഷരത നേടി. ഒരാഴ്ച മുമ്പാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ ഹമീദ് അലി അൻസാരി തിരുവനന്തപുരത്ത് വന്ന് ഇന്ത്യയിൽ സമ്പൂർണമായും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. നമ്മളിന്ന് കമ്പ്യൂട്ടർ ലിറ്ററസിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ ഓരോ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകാനും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞ ഒരു പാരമ്പര്യം കേരളത്തിലുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. വിനോദ് കുമാറിന്റെ രചനയിൽ ഗംഗാധരൻ കരിവള്ളൂർ സംഗീതം നൽകിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്വാഗതഗാനവും അരങ്ങേറി. ലോഗോ തയ്യാറാക്കിയ ശ്രീധരൻ കുട്ടമത്തിനെ ഉപഹാരം നൽകി ആദരിച്ചു. സൂര്യനാരായണ കുഞ്ചുരായർ, PC സുബൈദ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, കെ സത്യഭാമ, VV രാമചന്ദ്രൻ, V നാരായണൻ, ലത്തീഫ് നീലഗിരി, KK ബാലകൃഷ്ണൻ, AK ചന്ദ്രൻ, NV ദാമോദരൻ, T നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതവും PV ദേവരാജൻ നന്ദിയും പറഞ്ഞു. രജത ജൂബിലി ആഘോഷ വിളംബരം ചെയ്ത് കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ അക്ഷരദീപങ്ങൾ തെളിയിച്ചു. നൂതന സാങ്കേതിക വിദ്യകളും കാർഷിക അറിവുകളും പകർന്നു നൽകി കാർഷിക വകുപ്പിന്റെ ടെക്നോളജി മീറ്റ് തുടങ്ങി. കാർഷിക പ്രദർശനത്തിനും സെമിനാറിനും പെരിയയിൽ തുടക്കമായി. കൃഷിവകുപ്പും ആത്മാ പ്ലസും സംയുക്തമായാണ് ടെക്നോളജി മീറ്റ് ഒരുക്കുന്നത്. പെരിയ സുമംഗലി ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 35 സ്റ്റാളുകളിലായി കാർഷിക വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ കൃഷിഭവനുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, കർഷകർ, സന്നദ്ധ സംഘടനകളുമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഒരുക്കിയത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ നൂതന സാങ്കേതിക വിദ്യ കർഷകർക്ക് ലഭിക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനിമോൾ പറഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ഏകദേശം 35ഓളം സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർഷകരുടെയും അതുപോലെ തന്നെ കൃഷിഭവന്റെയും സ്റ്റാളുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ CPCRI കാസർഗോഡ്, റെയ്ഡ്കോ, കെയ്ക്കോ, മറ്റ് ചെറിയ കുടുംബശ്രീ യൂണിറ്റുകൾ, FEO ഇവരുടെയൊക്കെ സ്റ്റാളുകൾ ഇതിലുണ്ട്. ടെക്നോളജി ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ ഉദ്ഘാടനം ചെയ്തു. പ്രദർശന സ്റ്റാൾ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനിമോൾ, കരുണാകരൻ കുന്നത്ത്, ജോൺ അലക്സ്, P ഇന്ദിര, P ദാമോദരൻ, TV കരിയൻ, ബാലകൃഷ്ണൻ, ജോർജ് പെനാപ്പള്ളി, K രാധിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പളയിൽ വീണ്ടും ഗുണ്ടാക്രമണം, 2 പേർക്ക് ഗുരുതരം.
മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കും. ബദിയടുക്ക ഏത്തടുക്ക റോഡിന്റെ ശോചനീയാവസ്ഥ. PWD ഓഫീസിന് മുന്നിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ധർണാ സമരം. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് നയിക്കുന്ന ജനജാഗ്രത യാത്ര ശനിയാഴ്ച പ്രയാണം ആരംഭിക്കും. യാത്ര കാസർഗോഡ് നിന്നും തുടങ്ങും. ദുബായ് ഗ്ലോബൽ വില്ലേജിനെ കോരിത്തരിപ്പിച്ച് കാസർഗോട്ടെ കലാകാരന്മാർ. ഷാർജ വ്യാപാരോത്സവിൽ ആലൂർ നുസ്രത്ത് സംഘം കയ്യടി നേടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.